ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ ഞെട്ടുക മാത്രമല്ല, എനിക്കൊരു നിരാശയും തോന്നി. പിന്നെ ഞാൻ വിചാരിച്ച മാതിരി എത്ര വലിയ ആൾക്കാർ ഈ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ എത്ര പേര് ഇതുപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, പരാജയപ്പെട്ടു പോയില്ലേ? ഇന്ദിരാഗാന്ധി പരാജയപ്പെട്ടു പോയിട്ടില്ലേ? ഒന്നാലോചിച്ച് നോക്കണം. അപ്പോൾ അതേപോലെ ഓരോരോ ആൾക്കാർക്കും വലിയ ഭീമന്മാർ വമ്പന്മാരൊക്കെ പരാജയപ്പെട്ട് വീണെടുത്ത് ഒന്നുമില്ലെങ്കിൽ നമ്മൾ പാർട്ടിയിൽ നമ്മൾ നിർത്തിയൊരു പാർട്ടി ലീഡറും നമ്മുടെ പ്രതീക്ഷയിലുള്ള, അത് പറയാൻ കഴിയില്ല, നമ്മളെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മളാരും ഔദ്യോഗികമായിട്ട് മുസാഫർ ആയിരിക്കും മേയർ കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞില്ല ഔദ്യോഗികമായി പറഞ്ഞില്ലെങ്കിലും നമ്മുടെയൊക്കെ മനസ്സിൽ സാധ്യതയുള്ള ഒരാളായിരുന്നു. കാരണം അദ്ദേഹം പഠിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന് കോഴിക്കോട് സൗത്ത് മുഴുവൻ അറിയാം, ജനങ്ങളുടെ ഇടയിലൊക്കെ നല്ല പേരുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിനൊരു സാധ്യത മാത്രം നമ്മൾ കണ്ടിരുന്നു. അങ്ങനെ ആവാം, ഇനി വേറെ ഒരാളാവാം, അങ്ങനെയൊക്കെയുള്ള പ്രതീക്ഷ എൻ്റെയൊക്കെ മനസ്സിലുണ്ടായിരുന്നു. ഒരാൾ തന്നെയായിരിക്കും എന്നുള്ള വലിയ പ്രതീക്ഷയൊക്കെ ഇലക്ഷൻ്റെ സമയമായി വന്നപ്പോഴേക്കും പുതിയ കുറേ ആൾക്കാർ വരുമ്പോൾ എങ്ങനെയാവാമല്ലോ എന്നാൽ ഞങ്ങളെപ്പറ്റി സംബന്ധിച്ചിടത്തോളം മുസാഫർ നമ്മൾ കണ്ടിരുന്നു എന്നൊരു വാസ്തവമാണ്, ഇല്ലയെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ പാർട്ടി ഒരിക്കലും ഔപചാരികമായിട്ട് പറഞ്ഞിട്ടുമില്ല. ഞാനും അത് തന്നെ പറയാറുണ്ട്, നമ്മുടെ പ്രതീക്ഷ അതാണ്. പക്ഷേ വേറെ ആരെങ്കിലുമൊക്കെ ആവാം. കാരണം ഇപ്പം ഞാനായില്ലേ, എന്നെ അല്ലല്ലോ കണ്ടിരുന്നത് ആദ്യം, വേറെ മറ്റു പലരുടെയും പേരുകളല്ലേ ഉയർന്നു വന്നത്. നിങ്ങളൊക്കെ തന്നെ അതിനൊക്കെ റിപ്പോർട്ട് കൊടുത്തവരല്ലേ, ഞാനതൊന്നും അറിഞ്ഞിട്ട് പോലും ഇല്ല. അത് പിന്നെ എന്നെ പരിഗണിച്ചില്ലേ. അതുമാതിരി പാർട്ടിയുടെ പരിഗണന